പൊതുമേഖലാ സംരംഭമായ കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 300 കോടി വിലമതിപ്പുള്ള സ്ഥാപനം 30 കോടി രൂപയ്ക്കാണ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയിട്ടുള്ളത്. സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തി. 2013 റീറോളിംഗ് മിൽ സ്ഥാപിക്കാനായി സ്റ്റീൽ കോംപ്ലക്സ് കാനറ ബാങ്കിൽ നിന്ന് 45 കോടി രൂപ കടമെടുത്തത്. തുക അടയ്ക്കാതായതോടെ പലിശ ഉൾപ്പെടെ ബാങ്ക് വായ്പ 107 കോടി രൂപയായി. വായ്പ തിരിച്ചടവിൽ വീഴ്ച വന്നതോടെ ബാങ്ക് NCLT സമീപിക്കുകയും തുടർന്ന് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് സമർപ്പിച്ച റെസൊല്യൂഷൻ പദ്ധതി അനുസരിച്ച് കമ്പനി കൈമാറാൻ ട്രിബ്യൂണൽ ഉത്തരവിടുകയായിരുന്നു. 2016 കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരുന്നു. സംസ്ഥാന സർക്കാർ കാണിച്ചിട്ടുള്ള കുറ്റകരമായിട്ടുള്ള അനാസ്ഥയും കഴിവുകേടും കെടുകാര്യസ്ഥതയുമാണ് ഇതിന് ഉത്തരവാദിയായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടിയന്തരമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി തീരുമാനങ്ങൾ എടുത്ത് കേരളത്തിൻ്റെ പൊതുമേഖലയിൽ ആ സ്റ്റീൽ കോംപ്ലക്സ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണം. അല്ലാത്ത പക്ഷം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും. കമ്പനി സ്വകാര്യ സ്ഥാപനം ഏറ്റെടുത്തോടെ തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. വ്യവസായ വകുപ്പ് ആലോചിച്ച് ഈ സ്ഥാപനത്തിനെ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ വേണ്ടി നോക്കും, എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പെട്ടെന്ന് ചെയ്യുമെന്ന് പറയുന്നേരം. കാരണം മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമാണിത്, ബേപ്പൂർ നിയോജക മണ്ഡലം. അവിടെയാണ് ഈ SAIL കേരള ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഈ സ്ഥാപനം ഛത്തീസ്ഗഡിലുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് 30 കോടി രൂപയ്ക്ക് പോയതിൽ വളരെ ആശങ്കയുണ്ട്. ഇതിൻ്റെ പിന്നിൽ കറുത്ത കരങ്ങളുണ്ട്. അതിനെ നിയമ നടപടികൾക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് പറയാനുള്ളത്. 2016 200ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന കമ്പനിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 23 തൊഴിലാളികൾ മാത്രമാണ്. ജനം, കോഴിക്കോട്.